ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ 218 വരെയുള്ള നാമങ്ങളാണ്, അർത്ഥങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് 219 മുതൽ 237 വരെയുള്ള നാമങ്ങൾ നോക്കാം. അപ്പോൾ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ശ്ലോകങ്ങൾ ഇപ്പോൾ നമുക്ക് ചൊല്ലാം. ആദ്യം ചൊല്ലിയതിന് ശേഷം നാമാർത്ഥങ്ങളിലേക്ക് കടക്കാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരീശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമീശമൃഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷ്ട്യുപചാരാഢ്യ ചതുഷ്ഷ്ടി കലാമയി മഹാചതുഷ്ഷ്ടി ഗോടിയോഗിനി ഗണസേവിത. ഈ ശ്ലോകത്തിലെ നാമാർത്ഥങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ നാമം മഹാഭോഗ എന്നാണ്. ദേവി ഭക്തന്മാർക്ക്, അതായത് ദേവിയെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് സുഖവും സമൃദ്ധിയും നൽകുമെന്നാണ് ആ നാമത്തിൽ അർത്ഥമാക്കുന്നത്. അടുത്ത നാമം മഹൈശ്വര്യ എന്നാണ്. മഹത്തായ ഐശ്വര്യത്തോട് കൂടിയവൾ, അങ്ങനെയുള്ള ദേവിയാണ് ഈ നാമത്തിൽ പറയുന്നത്. മഹാവീര്യ, അതായത് വളരെ വീര്യത്തോടു കൂടിയവൾ, പ്രഭാവത്തോടു കൂടിയവൾ, തേജസ്സോടു കൂടിയവൾ എന്നൊക്കെ അതിന് അർത്ഥം വരും. മഹാബല എന്നാൽ അതീവ ബലശാലിയായിട്ടുള്ളവളാണമ്മ. അപ്പൊ അത്രയും ശക്തിസ്വരൂപിണി എന്ന് നമ്മൾ പറയും അല്ലേ. മഹാബല എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. അടുത്ത നാമം മഹാബുദ്ധി. മഹാബുദ്ധിയോട് കൂടിയ ദേവിയെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബുദ്ധി ദേവിയിലേക്ക് തിരിഞ്ഞാൽ അവിടെ ജ്ഞാനം ഉണ്ടാകും അല്ലേ. അപ്പോൾ അതാണ് ആ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മഹാസിദ്ധി, ദേവിയിലെ മഹാസിദ്ധിയുള്ളവളാണ്, മഹാസിദ്ധിയോട് കൂടിയവളാണ് ദേവി. ആ മഹാസിദ്ധികൾ നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചാൽ, അതായത് 9 സിദ്ധികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ 9 സിദ്ധികൾ അറിഞ്ഞാൽ സിദ്ധികളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അണിമ, മഹിമ, ഗരിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാരം, ഇങ്ങനെ 8 സിദ്ധികൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ 8 സിദ്ധികളുടെ ദേവിയെ സാക്ഷാത്കരിച്ചാൽ 8 സിദ്ധികളും സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ആ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം മഹായോഗീശ്വരീശ്വരി. മഹായോഗികൾക്ക് പോലും ഈശ്വരിയായിട്ടുള്ളവളാണ് അമ്മ. അതാണ് മഹായോഗീശ്വരീശ്വരി. അടുത്ത നാമം മഹാതന്ത്ര. പരമമായ മഹാതന്ത്രങ്ങളായുള്ളവളാണ് ദേവി. 64 തന്ത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ 64 തന്ത്രങ്ങളെല്ലാം പരമശിവനാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഈ തന്ത്രങ്ങളെല്ലാം ഭൗതികമായ ആവശ്യങ്ങൾക്കായിട്ടുള്ള തന്ത്രങ്ങളാണ്. അപ്പോൾ ദേവിയുടെ ആവശ്യപ്രകാരമാണ് ശ്രീവിദ്യ പോലെയുള്ള തന്ത്രം പരമശിവനാൽ തന്നെ ആവിഷ്കരിച്ചതാണ്. അപ്പം അങ്ങനെ തന്ത്രങ്ങൾ ഉൾപ്പെടുന്ന തന്ത്രങ്ങളായിട്ടുള്ള ദേവി എന്നാണ് നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം വരുന്നത് മഹാമന്ത്ര എന്നാണ്. മഹാമന്ത്ര എന്നാൽ പരമമായ മന്ത്രങ്ങൾ ഉൾപ്പെടുന്ന പൊരുളായിട്ടുള്ള ദേവിയാണ്. പരമമായ മന്ത്രങ്ങൾക്ക് പൊരുളായിട്ടുള്ള ദേവി ആണ് മഹാമന്ത്ര എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മഹാതന്ത്ര എന്നാൽ നമ്മൾ മഹായന്ത്രങ്ങളൊക്കെ സ്ഥാപിക്കാറുണ്ട് അല്ലേ. മഹായന്ത്രങ്ങളുടെയൊക്കെ അധിപതിയായിട്ടുള്ളവൾ അല്ലെങ്കിൽ സ്വരൂപമായിട്ടുള്ളവൾ എന്നാണ് ആ നാമാർത്ഥം വരുന്നത്. ദേവീദേവന്മാരുടെ യന്ത്രങ്ങൾ രേഖാചിത്രങ്ങളാക്കി നമ്മൾ വെക്കാറുണ്ട്. അതാണ് അത്തരം യന്ത്രങ്ങൾ, അതായത് ശ്രീചക്രം, പത്മചക്രം എന്നൊക്കെ നമ്മൾ ഏലസുകൾ, ഇതൊക്കെ യന്ത്രങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ആ യന്ത്രങ്ങൾക്കൊക്കെ സ്വരൂപമായിട്ടുള്ളവളാണ് മഹായന്ത്ര എന്ന് നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം വരുന്നത് മഹാസന എന്നാണ്.
പരമമായ ആസ്ഥാനമുള്ളവൾ എന്നാണ് അർത്ഥം. അതായത് 36 തത്വങ്ങൾ, ഭൂമി ഉൾപ്പെടെയുള്ള 36 തത്വങ്ങൾക്ക് ആസ്ഥാനമായിട്ടുള്ളവളാണ് ദേവി. അതുപോലെ മഹാത്മാക്കളുടെ ഹൃദയത്തിലും ദേവി വസിക്കുന്നു. അങ്ങനെയുള്ള ഇടങ്ങളെല്ലാം ഇരിപ്പിടമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥമാക്കുന്നത്. മഹായാഗക്രമാരാധ്യ, മഹായാഗത്തിന്റെ ക്രമങ്ങളിലൂടെ ആരാധിക്കപ്പെടേണ്ടവളാണ് ദേവി. നമ്മളെ പറഞ്ഞു, ചിദഗ്നികുണ്ഡത്തിനെ കുറിച്ച് പറഞ്ഞു. ദേവി അവതരിച്ചത് ചിദഗ്നികുണ്ഡത്തിൽ നിന്നാണ്. ചിദഗ്നികുണ്ഡം ഒരു മഹായാഗമാണ് അല്ലേ? അത്തരം മഹായാഗത്തിൽ നമ്മൾ അതുപോലെ ആ യാഗത്തിലൂടെ നമ്മൾ ആരാധിച്ച് പ്രസാദിപ്പിക്കുന്നു അല്ലേ? അപ്പൊ അതാണ് മഹായാഗ ക്രമാരാധ്യ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം മഹാഭൈരവ പൂജിത. മഹേശ്വരനാൽ, ഭൈരവൻ എന്നാൽ മഹേശ്വരന്റെ നാമമാണ്. മഹേശ്വരനാൽ പൂജിക്കപ്പെടുന്നവളാണ് ശ്രീ മഹാദേവി എന്നാണ് ആ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി. മഹേശ്വരന്റെ മഹാതാണ്ഡവത്തിന് സാക്ഷിയായിട്ടുള്ളവളാണ് ദേവി. അതായത് കൽപ്പാന്ത പ്രളയത്തിൽ, കൽപ്പാന്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു പകലും ഒരു രാത്രിയുമാണെന്നാണ് പറയുന്നത്. പകല് സൃഷ്ടി, രാത്രി കൽപ്പാന്തത്തിൽ ഭഗവാൻ ബ്രഹ്മദേവൻ വിശ്രമിക്കുമ്പോൾ മഹാദേവൻ ആ പ്രപഞ്ചത്തിനെ എല്ലാം ആവാഹിച്ച് ബ്രഹ്മതത്വമല്ലാതെ മറ്റൊന്നില്ല എന്ന് സങ്കല്പിച്ച് ഭഗവാൻ മഹാതാണ്ഡവമാടും. ആ മഹാതാണ്ഡവത്തെ സാക്ഷിയാകുന്നത് ശ്രീ മഹാദേവിയാണ്. അതാണ് മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം എന്താണെന്ന് നോക്കാം. മഹാകാമേശ്വര മഹിഷി. മഹാദേവന്റെ പട്ടമഹിഷിയായ ദേവിയെയാണ് ആ നാമത്തെ സൂചിപ്പിക്കുന്നത്. അതാണ് മഹാകാമേശ്വര മഹിഷി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം മഹാത്രിപുര സുന്ദരി. ദേവി അതീവ സുന്ദരിയാണ് അല്ലേ? അപ്പൊ അത്രയും ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സൗന്ദര്യവും ഒന്നിച്ചു ചേർന്നാൽ എങ്ങനെയായിരിക്കും? ആ മഹാത്രിപുര സുന്ദരിയാണ് നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം ചതുഷ്ഷ്ട്യോപചാരാഢ്യ. 64 തത്വങ്ങളാൽ ആരാധിക്കപ്പെടുന്ന, 64 തത്വങ്ങളുടെ ആരാധനാ രീതിയാൽ ആരാധിക്കപ്പെടുന്ന, ഉപചാരങ്ങളാൽ ആരാധിക്കപ്പെടുന്ന ദേവിയാണ് ചതുഷ്ഷ്ട്യോപചാരാഢ്യ എന്ന് പറയുന്നത്. ചതുഷ്ഷ്ടി കലാമയി എന്നാൽ ഈ 64 കലാരൂപങ്ങളുണ്ട്, ചെറുതും വലുതുമായി. ഏതൊക്കെ കലകളുണ്ടോ ഈ ലോകത്ത് അതെല്ലാം ദേവിയിൽ നിന്നാണ്. അതാണ് അതില് രൂപമായിട്ടുള്ള, ആ കലയ്ക്ക് രൂപമായിട്ടുള്ളവളാണ്. അതാണ് ചതുഷ്ഷ്ടി കലാമയി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാചതുഷ്ടി കോടി യോഗിനീഗണ സേവിത. ചതുഷ്ടി കോടി യോഗിനീഗണ സേവിത, മഹായോഗിനികളാൽ ആരാധിക്കപ്പെടുന്നവളാണ് അമ്മ. 64 ചതുഷ്ടി കോടി യോഗിനികളാൽ ആരാധിക്കപ്പെടുന്നവളാണ്. ശ്രീചക്രത്തിന് 9 ആവരണങ്ങളുണ്ട്. ഈ 9 ആവരണങ്ങളിലും 64 വീതം ഗണസേവ, അതായത് യോഗിനിമാരുണ്ട്. ഈ യോഗിനികളെല്ലാം ചേർത്ത് 176 കോടി യോഗിനികളാൽ ശ്രീചക്രം, ആ യോഗിനികളാലാണ് ശ്രീചക്രം ഉള്ളത്. അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഇതുവരെയുള്ള നാമങ്ങളുടെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതായത് 237 വരെയുള്ള നാമങ്ങളുടെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞു. ഇതുവരെയുള്ള നമ്മൾ ഒരുപാട് നാമങ്ങളുടെ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഓരോ നാമങ്ങൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് ഇവിടെ അർത്ഥങ്ങളെല്ലാം പറയുന്നത്. ശ്രീവിദ്യാമന്ത്രവും ശ്രീചക്രവും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പറയാനായിട്ട് ഇവിടെ സാധിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമാണ് ദേവി എന്ന് നമുക്ക് ഇതിൽ നിന്നും അറിയാൻ കഴിയും അല്ലേ? സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം അതിൽ വരുന്നതാണ്. ദേവിയുടെ സ്ഥിതിയിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഭൂമിയിലെ ഭൗതികമായ എല്ലാ ഇതിനും നമ്മൾ ദേവിയെ ആശ്രയിക്കാറുണ്ട്. അത്തരം ആശ്രയങ്ങൾക്കുള്ള മന്ത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതുകൂടാതെ ആത്മജ്ഞാനത്തിനുള്ള മന്ത്രമായ ശ്രീവിദ്യാമന്ത്രം ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ എല്ലാം സൃഷ്ടി പരമശിവനിൽ നിന്നാണ്.
പരമശിവനിൽ നിന്നും പരശുരാമനിലേക്കും പിന്നെ നമ്മളിലേക്കുമൊക്കെ എത്തുന്നതാണ് ഈ പറയുന്ന തത്വങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം തന്നെ. അപ്പോൾ എല്ലാത്തിനും ആധാരമായിട്ടുള്ള ദേവിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും നാമങ്ങളാണ് ഇവിടെ പറയുന്നത്. അടുത്ത നാമങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.